വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളാണ് പേളിയും മാണിയും നടി അമല പോളും. അമലയുടെ വിവാഹത്തിനും പ്രസവ സമയത്തുമൊക്കെ ആശംസകളുമായി പേളി എത്തിയിരുന്നു. അതുപോലെ തന്നെ പേളിയുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അമലയും ഉണ്ടായിരുന്നു. അടുത്തിടെ അമലയെയും ഭർത്താവ് ജഗത്തിനെയും തന്റെ ഷോയിലേക്ക് പേളി ക്ഷണിച്ചിരുന്നു. ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അമല എത്തിയത്. അതിനിടെ അമല തന്റെ ക്രഷ് ആയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനിഷ് അരവിന്ദ്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു. അമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേളിയെ കാണുന്നതിന് മുമ്പുള്ള തന്റെ ക്രഷ് ആയിരുന്നു. അന്ന് അമല ഞങ്ങളുടെ നാട്ടിലൊക്കെ സൂപ്പർ സ്റ്റാർ ആണെന്നും ശ്രീനിഷ് പറയുന്നു. ഭർത്താവിന്റെ തുറന്നുപറച്ചിൽ കേട്ടതോടെ രസകരമായ രീതിയിലാണ് പേളി ഇത് അവതരിപ്പിച്ചത്. ജഗത്, നിനക്കത് മനസ്സിലായില്ലേ? നിന്റെ മുഖത്ത് യാതൊരു ഭാവങ്ങളും ഇല്ലല്ലോ. അമല ഇദ്ദേഹത്തിന്റെ ക്രഷ് ആണെന്നാണ് പറയുന്നതെന്ന് പേളി കൂട്ടിച്ചേർത്തു. അതൊരു അഭിനന്ദനമായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നാണ് ജഗത്തിന്റെ അഭിപ്രായം. മാത്രമല്ല ഇത് ശ്രീനിയുടെ കാര്യം മാത്രമല്ല, ശ്രീനിയെ പോലെ ഒരുപാട് ആളുകളുടെയും ക്രഷ് ആയിരുന്നു അമല. തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾ അമലയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പേളി പറയുന്നു. മാത്രമല്ല മുൻപൊരിക്കൽ ശ്രീനി എന്നോട് അമല നിന്റെ സുഹൃത്താണോ എന്ന് ചോദിച്ചു എന്നും പേളി പറയുന്നു. ഞാൻ അവളുടെ ഭയങ്കര ഫാനാണെന്ന് ശ്രീനി പറയാറുണ്ടെന്നും പേളി പറയുന്നു. ശ്രീനി അക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമലയും കൂട്ടിച്ചേർത്തു. നിന്റെ ഡാഡിയെ കാണുമ്പോൾ എനിക്ക് അസൂയ വരുന്നുണ്ടെന്നും അമല പേളിയോട് പറയുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഡാഡിയെ കടമായി വാങ്ങിക്കാം എന്ന് പേളി പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൂടി ഡാഡിയാണെന്ന് അമല പറഞ്ഞു. ഇത്തരത്തിൽ വളരെ രസകരമായിട്ടാണ് അമലയും പേളിയും ഭർത്താക്കന്മാർക്കൊപ്പം സംസാരിച്ചത്. ഇതിന് താഴെ നിരവധി കമന്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയിട്ടുള്ളത്. അമലയുടെ ഭർത്താവ് എത്ര നല്ലവനാണ്, വെറുതെ എടുത്തുചാടി ആ തമിഴനെ കെട്ടണ്ടായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത്. ഇതിനു താഴെ വ്യാപക വിമർശനങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ. നല്ലൊരു പാർട്ട്ണറെ കിട്ടിയതോടെ അമല സന്തുഷ്ടയാണ്. ഇനിയെന്നും ഇതുപോലെ പോവാൻ സാധിക്കട്ടെ. അമലയോടുള്ള ക്രഷ് പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് ചെല്ല്, ബാക്കി അവിടെ കിട്ടും എന്നിങ്ങനെ തമാശയായിട്ടും ചിലർ നടനോട് പറയുകയാണ്.